സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിൽ തീരുമാനം വൈകുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതും വൈകുകയാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് തത്സമയം. ടിൻഡു, നമുക്കറിയാം ഈ ആരോഗ്യ വകുപ്പിൽ നിന്നും അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പല സർക്കാർ ആശുപത്രികളിൽ നിന്നും തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ പരിശോധനയോ ചികിത്സയോ ലഭിക്കുന്നില്ല എന്ന് സാധാരണ ജനങ്ങൾ പരാതിപ്പെടുന്ന സാഹചര്യം വളരെ അടുത്തായി വ്യാപകമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നൂറുകണക്കിന് കേസുകളാണ് ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് പരാതികൾ വേറെയുമുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ ആശുപത്രികൾ CCTVയുടെ ആവശ്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനം സ്ഥാപിക്കുന്നതിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത് മാറ്റിവെക്കപ്പെടുന്നതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദേവിക, സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രി അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാനായി ഇത്തരം ഈ സംഭവങ്ങൾ നിരീക്ഷിക്കാനായിട്ട് ഈ എല്ലാ ആശുപത്രികളിലും CCTV സംവിധാനം ഏർപ്പെടുത്തുമെന്ന ഒരു നിർദ്ദേശം ആശുപത്രികളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്തെ അതിരൂക്ഷ ധനപ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലത്ത് വന്ദനാദാസ്, PG ഡോക്ടർ വന്ദനാദാസ് രോഗിയിൽ അവിടെ ചികിത്സയ്ക്കായി എത്തിയ രോഗിയിൽ നിന്നും കുത്തേറ്റ് മരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ആശുപത്രികളിൽ ഇത്തരത്തിൽ ഈ CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്. പക്ഷേ ഇത് ഒരു പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് ഓരോ ആശുപത്രികളിൽ പോലും അല്ലെങ്കിൽ ഓരോ സർക്കാർ ആശുപത്രികളിൽ പോലും ഇത്തരത്തിലുള്ള CCTV സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജില്ലകളിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പോലും ഇത്തരത്തിലുള്ള CCTV സംവിധാനങ്ങൾ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായിട്ടുള്ളൊരു നിർദ്ദേശമായിരുന്നു ഇത്തരത്തിൽ CCTVകൾക്ക് പുറമേ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നുള്ള ആവശ്യം. ആ ആവശ്യവും ഇപ്പോൾ നടപ്പിലായിട്ടില്ല. ഒരു വർഷത്തെ കരാറടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഡെപ്യൂട്ടേഷൻ തസ്തികകളിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാനായിട്ട് അറിയിച്ചിരുന്നത്. അത് പല ചർച്ചകളുടെയൊക്കെ തീരുമാനമായി സംസ്ഥാന പോലീസ് മേധാവിക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നുവെങ്കിലും ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാനും സാധിക്കാത്തൊരു ഘട്ടമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ CCTVകൾ സ്ഥാപിക്കുന്നത്. CCTVകൾ സ്ഥാപിക്കുന്നതിന് പ്രധാനമായിട്ടും ഈ കരാർ കമ്പനികളെ ക്ഷണിക്കുന്നത്, അതോടൊപ്പം തന്നെ അതിനായിട്ടുള്ള പണം അനുവദിക്കുന്നതിനൊക്കെ ധനവകുപ്പിന് ബുദ്ധിമുട്ടായിട്ടുണ്ട്. നമുക്കറിയാം ഏതാണ്ട് 1500 കോടിയിലധികം രൂപയൊക്കെ ഈ മെഡിസിനുകൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് പോലും ധനവകുപ്പിന്റെ കയ്യിൽ കൊടുക്കാനില്ലാത്ത അവസ്ഥയാണ്. അത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഈ തുക അല്ലെങ്കിൽ മരുന്നിനുള്ള തുക പോലും ആവശ്യപ്പെടുമ്പോൾ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ടാണ് ധനവകുപ്പ് ആ വിഷയങ്ങളൊക്കെ ഒതുക്കി തീർക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ CCTV സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കൂടി കടക്കുന്നത്. ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം CCTV ഒക്കെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത്. മതിയായ PG ഡോക്ടർമാരില്ലാതിരിക്കുക, മതിയായ നഴ്സുമാരും മതിയായിട്ടുള്ള ജീവനക്കാർ പോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് പോലും സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.